1965 പുറത്തിറങ്ങിയ കാവ്യമേള വയലാർ ദക്ഷിണാമൂർത്തി ടീമിൻ്റെ ഒന്നാന്തരം ഗാനങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു. വരികളുടെ ആത്മാവറിഞ്ഞ ഈണങ്ങൾ. ദക്ഷിണാമൂർത്തി സ്വാമി പറയാറുണ്ട്, അദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്നത് 60% സാഹിത്യഭംഗിക്കും 40% ഈണത്തിനുമാണ്. കാവ്യമേളയുടെ പ്രമേയം സാഹിത്യ ചോരണമായിരുന്നു. ഗുരുദത്തിൻ്റെ പ്യാസയുമായി ഇതിനുള്ള വിദൂര സാമ്യം ഓർത്തുപോകുന്നു. ഈ ചിത്രത്തിൽ അന്ധഗായകനായ പ്രേംനസീർ പാടുന്ന ദേവി ശ്രീദേവി ദേവി ശ്രീദേവി ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. ആശ്രമവനത്തിലും അന്തഃപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി മാനസ പൊയ്കതൻ കടവിൽ നിന്റെ മണിവീണനാദം കേട്ടു ഞാൻ. മനസ്സിനുള്ളിലെ പൂജാമുറിയിൽ നിൻ കനകച്ചിലമ്പൊലി കേട്ടു ഞാൻ. ദേവി ശ്രീദേവി വിളിച്ചിട്ടും വന്നില്ല എൻ്റെ തുളസി തറയിലിരുന്നില്ല. വിളിച്ചിട്ടും വന്നില്ല എൻ്റെ തുളസി തറയിലിരുന്നില്ല. ദാഹിച്ചു മോഹിച്ചു ചൂടാൻ കോർത്തൊരു താമരമാലയണിഞ്ഞില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. മലയാള സിനിമ കേട്ട എക്കാലത്തെയും മധുരമായ ഉറക്കുപാട്ട് ഏതാണ്? ഭൂരിപക്ഷം പേരും പറയും സുശീലാമ്മ സീത എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന ഗാനമാണെന്ന്. സുശീലാമ്മയുടെ ആദ്യത്തെ മലയാള ഗാനമാണിത്. ഈ ഗാനം പാടുമ്പോൾ തൻ്റെ ഉച്ചാരണം ശരിയാകുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട കഥ സുശീലാമ്മ തന്നെ പറയാറുണ്ട്. പ്രത്യേകിച്ചും ന എന്ന അക്ഷരം ശരിയാവാൻ. മലയാളത്തിൽ നമുക്ക് ന എന്നും ന എന്നും ഉണ്ടല്ലോ. ബാക്കി പല ഭാഷകളിലും ന എന്നൊരു വാക്ക് മാത്രമാണുള്ളത്. ഇത് ശരിയാക്കുവാനുള്ള സുശീലാമ്മയുടെ കഠിനമായ ശ്രമത്തിനിടയിൽ നാവ് പല്ലിൽ തട്ടി മുറിഞ്ഞു അത്രേ. എന്തായാലും പരിശ്രമത്തിന് ഫലം കണ്ടു. മലയാളത്തിലെ ഏറ്റവും മികച്ച ഉറക്കുപാട്ട്. കുശലകുമാരിയായിരുന്നു സീത. അഭയദേവൻ്റെ മനോഹരമായ രചന, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, ആർ കെ ശേഖറിൻ്റെ വ്യത്യസ്തതയുള്ള ഓർക്കസ്ട്രേഷൻ. കേട്ടു
വന്നടാ വന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാജാവായി തീരും നീ ഒരു